ഞാനിന്ന് അമ്മേൻ്റെ തറവാട്ടിലെ ഉത്സവത്തിന് വന്നതാണ്. ജനുവരി 15-നായിരുന്നേ ഉത്സവം. ഉത്സവം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇത് ഗാലറിയിൽ അങ്ങനെ അങ്ങ് കിടന്നു. ഇപ്പോഴാവും രാത്രി ഉറക്കം വരാതായപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതായി കൊടുക്കുന്നത് അമ്പലത്തിലെ പ്രസാദമാണ്, വേറൊന്നുമല്ല, മദ്യമാണ്. ഇവിടെ 3 പ്രതിഷ്ഠയാണുള്ളത്: ഭഗവതിയും കുട്ടിച്ചാത്തനും പിന്നെ ഗുളികനും. അതിൽ ഭഗവതി തറയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കുട്ടിച്ചാത്തൻ തറ. അതായത് രാത്രി ഏകദേശം 1 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിന് വേദൂട്ടനെയും കൊണ്ട് എങ്ങനെയാണ് പോയിട്ട് വരാമെന്ന്. പക്ഷേങ്കിൽ വേദൂട്ടൻ വന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ മുതൽ ആ 3 തറയും നല്ല ശ്രദ്ധയോടെ തന്നെ കണ്ടിരുന്ന് ഇടങ്ങാറാക്കൊന്നും ചെയ്തില്ല. ഞാൻ വിചാരിച്ച് തെയ്യം കാണുമ്പോൾ കരയുമായിരിക്കുന്നു. പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതാ ഗുളികൻ തറയാണ്. ഇത് ഓലക്കണിയാണ്. ഓലക്കണി തീയിട്ടിട്ട് അതുകൊണ്ട് കളിച്ചതിന് ശേഷം അത് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൽ ഇരുന്നതാണ്. ഞാനിങ്ങനെയല്ല ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അമ്മ പറഞ്ഞ് ഇതിന് മുൻപുണ്ടായിരുന്ന തെയ്യം ചിരട്ടക്കണൽ വെച്ചിട്ട് അതിനകത്ത് ഇരിക്കുമെന്നല്ലോ. ഈ അമ്പലത്തിൽ കുറച്ചായി ഇങ്ങനെ തെയ്യമൊന്നും ഇല്ലാത്തത്. എൻ്റെ ഓർമ്മ വെച്ചിട്ട് 3 തവണ അങ്ങനെ ഈ അടുപ്പിച്ചിട്ടുള്ള 3 തവണയാണ് തെയ്യം കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കുറേ മുൻപാണ് പോലും ഇവിടെ ഇങ്ങനെ തെയ്യെല്ലാം കളിച്ചിട്ടുള്ളത്. പിന്നെ ആ വീട് വലുതാക്കിയപ്പം അമ്പലത്തിന് സ്ഥലമില്ല, തെയ്യം കളിക്കാൻ സ്ഥലമില്ലാതായിട്ട് അങ്ങനെ നിന്നു പോയതാണ്. ഇപ്പം വീണ്ടും തെയ്യം വേണം എന്നുള്ള ഇതിൽ എത്തിയതിനെ കൊണ്ടാണ് ഇവിടെ പിന്നെയും തെയ്യം വെച്ചിട്ടുള്ളത്. ഇതിന് മുൻപൊക്കെ ഇവിടെ ചടങ്ങ് മാത്രമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ചടങ്ങെന്ന് വെച്ചാൽ ഈ കുരുത്തി മാത്രം, അതായത് ഈ കോഴീനെ അറുത്തിട്ടുള്ള സംഭവം. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം, ഇതിനൊപ്പം ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെയുള്ള ഈ കുട്ടിച്ചാത്ത ദൈവം എൻ്റെ അമ്മമ്മ പ്രസവിച്ചതാണെന്നാണ് പറഞ്ഞത്. അതായത് അമ്മയുടെ അമ്മ ഈ കരിമുഖത്ത് വെച്ചതാണ് ചാന്ത് തറ. അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം എന്നുള്ളത്. ചാന്ത് തറയാണ്.